ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് പടിഞ്ഞാറേ വീട്ടിൽ ശ്രീ പി.ജി. മാത്യു കുരാക്കാർ. ഐപ്പുള്ളൂർ ശാലയം ഓർത്തഡോക്സ് പള്ളിയുടെ ട്രസ്റ്റി, സെക്രട്ടറി തുടങ്ങിയ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചു. പള്ളിയിലെ ആധ്യാത്മിക സംഘടനകളുടെ വളർച്ചയിൽ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. മർത്തമറിയം സമാജം, യൂത്ത് ലീഗ്, സൺഡേ സ്കൂൾ, സെന്റ് തോമസ് സുവിശേഷ സംഘം, സെന്റ് പോൾസ് സുവിശേഷ പ്രസ്ഥാനം എന്നീ സംഘടനകളിൽ അദ്ദേഹം സജീവമായി പ്രവർത്തിച്ചിട്ടുണ്ട്. മർദായത്ത് പീലിപ്പോസ് ഉപദേശി, പണയിൽ ദാനിയേൽ ഉപദേശി, കരിക്കം വിളയിൽ ഉപദേശി, മുളവന ഉമ്മച്ചൻ, കാവളയിൽ ഉമ്മൻ കോശി എന്നിവർ ആധ്യാത്മിക മേഖലകളിൽ ശ്രീ പി.ജി. മാത്യു കുരാക്കാരനെ സഹായിച്ചവരാണ്. ഐപ്പള്ളൂർ പള്ളിയിലെ യൂത്ത് ലീഗിന്റെ നേതൃത്വ നിലയിലും ശ്രീ പി.ജി. മാത്യു പ്രവർത്തിച്ചിരുന്നു. പറങ്കാം വീട്ടിൽ ശ്രീ കുഞ്ഞുകുഞ്ഞ്, മുളവന ശ്രീ തങ്കച്ചൻ, പണയിൽ ശ്രീ പാപ്പച്ചൻ, മാങ്ങോട്ട് ശ്രീ ചാക്കോ, പണയിൽ ശ്രീ ജോണി തുടങ്ങിയവർ അക്കാലത്ത് പി.ജി. മാത്യു കുരാക്കാരനെ സഹായിച്ചവരാണ്. ഐപ്പള്ളൂർ ശാലയം പള്ളി സ്ഥാപിച്ച നാൾ മുതൽ 1981 വരെ 45 വർഷം തുടർച്ചയായി അധ്യാപകനായും ഹെഡ്മാസ്റ്ററായും ശ്രീ പി.ജി. മാത്യു സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ശ്രീ സി.ഒ. തോമസ്, പറങ്കാം വീട്ടിൽ കെ. യോഗന്നാൻ, ശ്രീ എം. അച്ചൻകുഞ്ഞ്, മാങ്ങോട്ട് ശ്രീ സി. ചാക്കോ, പണയിൽ ജോണി ഇവരൊക്കെ അന്ന് അധ്യാപകരായും പിന്നീട് ഹെഡ്മാസ്റ്റർമാരായും പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭ സൺഡേ സ്കൂൾ രംഗത്ത് 45 വർഷം സേവനമനുഷ്ഠിച്ചതിന്റെ അംഗീകാരമായി 1990 ജനുവരി 26 പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി ശ്രീ പി.ജി. മാത്യു കുരാക്കാരൻ അവാർഡും ബഹുമതി പത്രവും നൽകി ആദരിക്കുകയുണ്ടായി. ശ്രീ മാത്യു വൈരമൺ, പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ തോമസ്, റവറന്റ് കുര്യൻ കോർ എപ്പിസ്കോപ്പ, ഫാദർ തോമസ് കൈപ്പടക്കൽ, പണയിൽ ശ്രീ ചാക്കോ, മാറനാട് ചാക്കോ വൈദ്യൻ, ശ്രീ ചാക്കോ മാസ്റ്റർ, ശ്രീ സി. വി. ജോൺ എന്നിവർ ഭദ്രാസന സൺഡേ സ്കൂൾ രംഗത്ത് ശ്രീ പി.ജി. മാത്യുവിനോടൊപ്പം പ്രവർത്തിച്ചവരാണ്. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തിതിയൻ കാതോലിക്ക ബാവ തിരുമേനിയുമായി ദൃഢമായ ബന്ധം ശ്രീ പി.ജി. മാത്യുവിനുണ്ടായിരുന്നു. കൊല്ലം ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്യ മാത്യൂസ് മാർ എപ്പിപ്പാനിയോസ്, തിരുവനന്തപുരം ഭദ്രാസന മെത്രാപ്പോലിത്തയായിരുന്ന അഭിവന്യ ഗീവർഗീസ് മാർ ദിയോസ്കോറസ് തിരുമേനി എന്നിവരുമായും ശ്രീ പി.ജി. മാത്യുവിന് സൗഹൃദമുണ്ടായിരുന്നു. തലവൂർ പറങ്കിമാമൂട്ടിൽ ഫാദർ പി.ജി. യോഗന്നാൻ, പുത്തൂർ വട്ടക്കാട്ട് യാക്കോബ് കശീശ, പുത്തൂർ കുളങ്ങര ഫാദർ കെ. കോശി, പുത്തൂർ ഇലവല ഗീവർഗീസ് കോർ എപ്പിസ്കോപ്പ, ഫാദർ ടി.ജെ. ശാമുവേൽ എന്നിവരുമായി സുദൃഢ ബന്ധമാണ് ശ്രീ പി.ജി. മാത്യു കുരാക്കാർ കാത്തു സൂക്ഷിച്ചത്. ഐപ്പള്ളൂർ പള്ളിയിൽ ഒരു വ്യാഴവട്ടക്കാലം സേവനമനുഷ്ഠിച്ച ഫാദർ പി. സി. ജോൺ, ഇപ്പോഴത്തെ യൂഹാനോൻ റംബാൻ കുരാക്കാരൻ വലിയവീട്ടിൽ കുടുംബയോഗത്തിന്റെ ആദ്യകാല പ്രവർത്തകരിൽ പ്രമുഖരാണ് ശ്രീ പി.ജി. മാത്യു കുരാക്കാർ. 1969 രൂപീകൃതമായ കുടുംബയോഗത്തിന്റെ ചരിത്ര രചനാ കമ്മിറ്റിയുടെ കൺവീനറായിരുന്നു ശ്രീ പി.ജി. മാത്യു. കുടുംബയോഗം ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്യാനും കുടുംബ ചരിത്ര രചനയിൽ ഗണ്യമായ പങ്കുവഹിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അഞ്ചിത്ര വീട്ടിൽ മാത്തൻ കുച്ചാണ്ടി, പൂന്തോട്ടത്തിൽ ഉമ്മൻ മലാക്കി, പിളറോളപ്പുത്തൻപേട്ടിൽ ചാക്കോ, അറപ്പുരയിൽ ഉമ്മൻ ഗീവർഗീസ്, വലിയ വീട്ടിൽ ചോന ഗീവർഗീസ്, കണ്ണംകോട്ടുവിള പുത്തൻപേട്ടിൽ കുഞ്ചാണ്ടി കൊച്ചുമ്മൻ, കൊച്ചുവീട്ടിൽ കൊച്ചുപോത്ത ചാണ്ടപ്പിള്ള, ചെക്കാലെഴുകത്ത് ശാലയം വീട്ടിൽ ചാക്കോ, കണ്ണംകോട്ടുവിള പുത്തൻപേട്ടിൽ കുഞ്ചാണ്ടി ജോർജ്, കൊച്ചുവീട്ടിൽ കുരാക്കാരൻ ഗീവർഗീസ്, ചെറുകര മേലെ പുത്തൻപേട്ടിൽ ചാണ്ടപ്പിള്ള തോമസ്, കുളഞ്ഞിയിൽ ഉമ്മൻ കുഞ്ചാണ്ടി, കണ്ണംകോട്ടുവിള പുത്തൻപേട്ടിൽ കുഞ്ഞുകുഞ്ഞു കുഞ്ഞപ്പി, അഡ്വക്കേറ്റ് തോമസ് കുരാക്കാരൻ, പി. ഒ. തോമസ് വൈദ്യൻ, വി. ഒ. അലക്സാണ്ടർ, പാതാളത്തുവിളയിൽ കെ. ജോർജ് കുട്ടി തുടങ്ങിയവർ പി.ജി. മാത്യുവിനോടൊപ്പം അക്കാലത്ത് പ്രവർത്തിച്ചവരാണ്. കൃഷി മുഖ്യ തൊഴിലായി സ്വീകരിച്ച ശ്രീ പി.ജി. മാത്യു കുരാക്കാർ നാട്ടിൽ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ ഉതകുന്ന പല കർമ്മ പരിപാടികളിലും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നല്ല ഇനം നെൽവിത്തുകൾ നാട്ടിൽ പ്രചരിപ്പിക്കുകയും വിത്ത് വിതയ്ക്കാനുള്ള പരിശീലനം കർഷകർക്ക് നൽകുകയും ചെയ്തിരുന്നു. 25 ഏക്കറിലധികം കൃഷിഭൂമിയുണ്ടായിരുന്ന മാത്യു കുരാക്കാർ പാവപ്പെട്ട കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ സ്വന്തം ഭൂമി നൽകിയിരുന്നു. പല വിദഗ്ധ തൊഴിലാളികളെയും മറുനാടുകളിൽ നിന്ന് കൊണ്ടുവരികയും അവർക്ക് പാർപ്പിടങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. റബ്ബർ കൃഷി ഐപ്പള്ളൂരിൽ ആദ്യമായി പ്രചരിപ്പിച്ചത് ശ്രീ പി.ജി. മാത്യു കുരാക്കാരൻ ആണ്. വ്യവസായ രംഗത്തും ശ്രീ പി.ജി. മാത്യു പ്രവർത്തിച്ചിരുന്നു. 1974 കുരാക്കാരൻ ടയേഴ്സ് എന്ന പേരിൽ
കൊട്ടാരക്കര കേന്ദ്രമാക്കി ഒരു ടയർ റീട്രേഡിംഗ് കമ്പനി സ്ഥാപിക്കുകയും അതിന്റെ മാനേജിംഗ് ഡയറക്ടറായി ചുമതല വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. പി ജി മാത്യു കുര്യാക്കാരന്റെ ദീർഘവീക്ഷണത്തിന്റെയും പരിശ്രമത്തിന്റെയും ഫലമായിട്ടാണ് കൊട്ടാരക്കര കുര്യാക്കാർ സെന്ററും അനുബന്ധ സ്ഥാപനങ്ങളും. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ നേരിൽ കാണുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ശ്രീ പി ജി മാത്യു കുര്യാക്കാരന് നിരവധി രാഷ്ട്രീയ നേതാക്കൾ സുഹൃത്തുക്കളായിട്ടുണ്ട്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ശ്രീ ഇ ചന്ദ്രശേഖരൻ നായർ, ശ്രീ സി എം സ്റ്റീഫൻ, ശ്രീ കൊട്ടറ ഗോപാലകൃഷ്ണൻ, ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് എന്നിവരുമായി ശ്രീ പി ജി മാത്യു ദൃഢമായ ബന്ധം പുലർത്തിയിരുന്നു. വിവിധ മേഖലകളിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച ശ്രീ പി ജി മാത്യു നവതി ആഘോഷിക്കുന്ന വേളയിൽ ഐപ്പുള്ളൂർ നിവാസികളും ബന്ധുമിത്രാദികളും ആത്മാർത്ഥമായി ജന്മദിനാശംസകൾ നേരുന്നു.